നമസ്കാരം. ഹരിതസുന്ദരത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഒരു സുന്ദര തീരം തേടിയാണ് ഇന്ന് ഹരിതസുന്ദരം യാത്ര പോകുന്നത്. കൊല്ലത്ത് അഷ്ടമുടിക്കായൽ അറബിക്കടലിനെ മുത്തമിടുന്ന 1000 തെങ്ങ്. മറ്റൊന്നിനുമല്ല, ഞണ്ടുകളെക്കുറിച്ച് ഒരു കഥ പറയാം. മുകളിലേക്ക് കയറിപ്പോകുന്നവരെ പിടിച്ച് താഴെ ഇടുന്നവരാണ് ഞണ്ടുകൾ എന്നാണ് പൊതുവെ പറയാറ്. എന്നാൽ മുകളിലേക്ക് ഉയർന്നു പോകാൻ അനവധി കർഷകർക്ക് സഹായം ചെയ്തവർ കൂടിയാണ് ഞണ്ടുകൾ. ആ കഥ കാണാം കൊല്ലത്തെ 1000 തെങ്ങിൽ നിന്നും ഹരിതം സുന്ദരം. ഫിഷറീസ് വകുപ്പിൻ്റെ കൊല്ലത്തെ 1000 തെങ്ങ് ഫിഷ് ഫാമിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. 1000 തെങ്ങ് ഫിഷ് ഫാമിന് ധാരാളം കഥകളുണ്ട്. ഒരുപക്ഷെ ഫിഷറീസ് വകുപ്പിൻ്റെ ഏറ്റവും മികച്ച ഫാമുകളിൽ ഒന്ന് തന്നെയാണ് 1000 തെങ്ങ് ഫിഷ് ഫാം. കൊല്ലത്തെ ക്ലാപ്പന പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന 1000 തെങ്ങ് ഫിഷ് ഫാമിൽ ഒരു മത്സ്യകൃഷിക്ക് അല്ലെങ്കിൽ ഒരു മത്സ്യക്കൊയ്ത്തിന് എപ്പോഴും അനുഗ്രഹീതമായ പ്രകൃതി തന്നെയുണ്ട് എന്ന് നമുക്ക് പറയാം. ഞണ്ടുകൾക്കായി പ്രത്യേക കുളം തന്നെ ഫാമിൽ രൂപീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ സിമൻറ്റ് കുളത്തിൽ ഇപ്പോൾ ഞണ്ടുകൾക്കായി, അതായത് ഏകദേശം ഒരു 20 മീറ്ററോളം നീളുന്ന ഈ സിമൻറ്റ് കുളം ഞണ്ടുകൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. ഞണ്ടുകളെ ഇവിടെ വൈൽഡ് ക്യാച്ച് എന്നറിയപ്പെടുന്ന ഒരു പ്രക്രിയയാണ്. അതായത് കായലിൽ നിന്നോ കടലിൻ്റെ ഓരത്തോ മറ്റോ അടിയുന്ന ഞണ്ടുകളെ വൈൽഡ് ക്യാച്ച് എന്ന രീതിയിൽ പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെ നിക്ഷേപിക്കുകയും ഞണ്ടുകൾക്ക് പ്രത്യേക കൂടുകൾ ഒരുക്കി അവയുടെ പ്രജനന സാധ്യത പരീക്ഷിക്കുകയും കൂടി ചെയ്യുകയാണ് ഫാം. എന്തായാലും ഞണ്ടുകളെ കണ്ടുകൊണ്ട് നിൽക്കുക വലിയ ഒരു കൗതുകമുള്ള കാര്യമാണ്. കാരണം ഞണ്ടിൻ്റെ ഒരു സ്വഭാവം നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഞാനിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്, പക്ഷേ ഞണ്ടുകൾ എന്നെ കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ സാമീപ്യം അല്ലെങ്കിൽ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഞണ്ടുകൾ ഇവിടെ നിന്ന് പാഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ എങ്കിലും ഞണ്ടുകളെ നമുക്ക് ഇവിടെ നിന്ന് പിടിക്കാൻ കഴിയും. കാരണം ഞണ്ടുകളെ പിടിക്കുന്നതിനൊരു പ്രത്യേക രീതി തന്നെയുണ്ട്. അതിൻ്റെ തള്ളക്കാലും പിള്ളക്കാലുമുള്ള ഞണ്ടുകൾ അതുപയോഗിച്ചാണ് ഇരകളെ പിടിക്കുന്നത്. ആ ഇരകളെ പിടിക്കുന്ന പ്രക്രിയ നമുക്ക് ഞണ്ടിൻ്റെ അടുത്തെത്തുമ്പോൾ തന്നെ മനസ്സിലാവും. വെള്ളത്തിൽ ചെറിയൊരു ചലനം ഉണ്ടാക്കിയാൽ തന്നെ ഞണ്ടുകൾ ഇര പിടിക്കുന്ന രീതി നമുക്ക് കാണാൻ കഴിയും. എന്തായാലും അതൊന്ന് പരീക്ഷിക്കാൻ കൂടിയും ആണ് ഞങ്ങൾ ഇപ്പോൾ ഈ കുളത്തിൽ നിൽക്കുന്നത്. കുളത്തിൽ ഞണ്ടുകളുള്ള ഭാഗത്തേക്ക് തന്നെ നമുക്ക് പോകാം. കായലിൽ നിന്ന് കിട്ടിയ ഒരു വലിയ ഞണ്ടിനെ ഈ ഒരു കുളത്തിൽ നിക്ഷേപിച്ച് ചില പരീക്ഷണങ്ങൾ നടത്തുകയാണ്. ഞണ്ടിൻ്റെ പ്രജനന രീതികൾ, ഞണ്ടിൻ്റെ ആഹാര രീതികൾ ഇവയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഒരവസരം കൂടി ഫാം കർഷകർക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്കും നൽകുകയാണ്. എന്തായാലും ഈ ഞണ്ടിനെ നമുക്കൊന്ന് പിടിക്കുന്ന രീതി ഒന്ന് പരീക്ഷിക്കും. കാരണം വെള്ളത്തിൽ താഴ്ത്തി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് നീന്തി ഓടി ഒളിക്കാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. എന്തായാലും വെള്ളം തന്നെയാണ് ഒരു സുഖകരമായ ഒരു അന്തരീക്ഷമാണ് ഞണ്ടുകൾക്ക് ഒരുക്കുന്നത്. കുറച്ച് ആഴത്തിലേക്ക് നമുക്ക് ഞണ്ടിനെ നിക്ഷേപിച്ചാൽ അത് വളരെ സുഖകരമായി വലയ്ക്കുള്ളിലാണെന്ന് അറിയാതെ തന്നെ ചെറുതായി നീന്താനും ഓടി രക്ഷപ്പെടാനും ശ്രമിക്കുകയാണ്. എന്നാൽ നമ്മളതിനെ പുറത്തുകൊണ്ട് ഞണ്ടിനെ പിടിക്കുന്നതിന് ഒരു പ്രത്യേക രീതി തന്നെയുണ്ട്. കാരണം ഞണ്ടിൻ്റെ പള്ളഭാഗത്ത്, അതായത് അതിൻ്റെ മാംസളമായ ഭാഗത്ത് പുറംതോടിലേക്ക് അമർത്തി പിടിക്കുകയാണ് വേണ്ടത്. തള്ളക്കാല് ഏത് സമയത്തും നമ്മളെ പിടിക്കാനായിട്ട് വരും. അത് ഉയർന്നു നിന്നാൽ, അതായത് ഞാൻ അല്പം എൻ്റെ കൈ ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ മർദ്ദം കുറച്ചാൽ തന്നെ അത് ഉയർന്ന് ഇര പിടിക്കാനുള്ള ഭാവന പുറത്തേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും ഞാനിപ്പോൾ ഇത് അടച്ചു പിടിക്കുകയാണ്. എന്തായാലും വളരെ ശക്തിയാണ്. കാരണം ഉയർന്ന ഒരു മർദ്ദം ഉപയോഗിച്ചാൽ മാത്രമേ ഈ ഞണ്ടിനെ നമുക്കിവിടെ പിടിച്ചു നിർത്താൻ കഴിയുകയുള്ളൂ. അതിൻ്റെ പിള്ളക്കാലിൽ പിടിച്ചമർത്തുകയും ഉയർന്ന പള്ളഭാഗത്ത് നല്ല മർദ്ദം കൊടുക്കുകയും ചെയ്താൽ ഞണ്ടുകൾ നമ്മുടെ വരുതിക്ക് നിന്നുകൊള്ളും എന്നുള്ളതിൻ്റെ തെളിവാണ്. കാരണം ഈ ഒരു രീതിയിൽ ഇത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഞണ്ടിൻ്റെ കടി ഉറപ്പായി നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. കാരണം അതിൻ്റെ തള്ളക്കാല് ഇരപിടിക്കാനുള്ള ഒരു ഭാവേന വളരെ രൗദ്രത്തോടുകൂടി, വളരെ ക്രൗര്യത്തോടുകൂടി നിൽക്കുന്ന ഒരു ഭാവമാണ്. അപ്പോൾ നമ്മൾ പിള്ളക്കാലും മേനിയുമായി ചേരുന്ന ഭാഗത്ത് ഒരു മർദ്ദം കൊടുക്കുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ പള്ളഭാഗത്ത് അമർത്തുകയും ചെയ്താൽ ഞണ്ട് നിശ്ചേതനമായി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ തന്നെയാണ് ഞണ്ടുകളെ പിടിക്കേണ്ടത് എന്ന് ഫാമുകളിൽ വരുന്ന പലരും ഞണ്ടുകൾ ഓടി അടുക്കുമ്പോൾ തന്നെ ഓടി അകലുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ എങ്കിലും ഞണ്ടുകൾ ഈ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ തെളിവാണിത്. കേട്ടാൽ ഞെട്ടിപ്പോവും. 2 ഞണ്ടുകളെ 2 കൈയിൽ
ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ 2 ശത്രുക്കളെയാണ് ഇരു കൈകളിലും ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവ ശത്രുക്കളല്ല, മിത്രങ്ങളാണ് എന്ന് തെളിയിക്കുകയാണ് ഇത്രയും ശാന്ത സ്വഭാവമുള്ള ഞണ്ടുകളെ നമ്മളിപ്പോൾ കാണുകയാണ്. കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് ഇവർ ശാന്തരായി മാറുന്നത്. തള്ളക്കാലും പിള്ളക്കാലും വളർന്നു വരുന്ന കുഞ്ഞു ഞണ്ടുകൾ വെള്ളക്കാരുടെ തീന്മേശകളിലാണ് സ്ഥാനം പിടിക്കുന്നത്. അത്യന്തം രുചികരമായ ഭക്ഷണം ഉണ്ടാക്കാൻ ഇവരെക്കൊണ്ട് കഴിയും, ഇവർ നമുക്ക് നൽകും എന്നുള്ളതിൻ്റെ സന്ദേശം നൽകി 2 ഞണ്ടുകൾ എൻ്റെ 2 കൈവെള്ളകളിൽ ഭദ്രമായി ഒതുങ്ങിക്കൂടുകയാണ്. ഒരുപക്ഷെ ഞണ്ടുകളെ കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നത് മറ്റൊരു വിദ്യ കൂടിയാണ്. ആയിരന്തെങ്കിലും ഫാമിൽ വന്നാൽ ഈ വിദ്യകൾ പഠിക്കുകയും ചെയ്യാം. വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു പ്രവൃത്തി കൂടിയാണ്. ഏതെങ്കിലും കാരണവശാൽ ഞണ്ടിൻ്റെ കാലോ കയ്യോ ചെറിയ കാലുകളോ എന്തെങ്കിലും ഒടിഞ്ഞു പോയാൽ ഞണ്ടിൻ്റെ വില കുറയും. വിദേശ വിപണിയിൽ അല്ലെങ്കിൽ ആഭ്യന്തര മാർക്കറ്റിൽ ഇതിൻ്റെ വില കുറഞ്ഞു പോകും എന്നുള്ള ഒരു സത്യം കൂടി അവശേഷിക്കുന്നുണ്ട്. വളരെ ഭദ്രമായി, എന്നാൽ വളരെ സുരക്ഷിതമായി, എന്നാൽ വളരെ സൗമ്യമായി തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു ജീവി കൂടിയാണ് ഞണ്ടുകൾ. ഞണ്ടുകളെ വെള്ളത്തിൽ മുക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്വാതന്ത്ര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തള്ളക്കാൽ ഉപയോഗിച്ച് ഇരപിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പിള്ളക്കാലിൻ്റെ അഗ്രത്ത്, പിള്ളക്കാൽ മേനിയുമായി ചേരുന്ന ഭാഗത്ത് മർദ്ദം കൊടുക്കുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ പള്ളഭാഗത്ത് ചൂണ്ടുവിരൽ കൊണ്ട് മർദ്ദം കൊടുക്കുകയും ചെയ്യുന്നതോടെ ഞണ്ടുകൾ വളരെ സുരക്ഷിതമായി കൈവെള്ളയിൽ ഭദ്രമായി ഒതുങ്ങിയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ആൺഞണ്ടും പെൺഞണ്ടും ഞണ്ടുകളുടെ കൂട്ടത്തിലുണ്ട്. നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ത്രികോണാകൃതിയിലുള്ള അതിൻ്റെ വയർ ഭാഗമാണ്. അതിൻ്റെ പള്ളഭാഗത്ത് ത്രികോണാകൃതിയിലുള്ള ഗോപുരം പോലെ ഏതാണ്ട് പിരമിഡിൻ്റെ ആകൃതിയിൽ ഇരിക്കുന്ന ഒരു ആകൃതിയിലുള്ള ഞണ്ടുകളാണെങ്കിൽ അത് ആൺഞണ്ടുകൾ എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവും. എന്നാൽ പെൺഞണ്ടുകളുടെ ഒരു സ്ഥിതി നമുക്ക് മനസ്സിലാവും. ആ പിരമിഡ് അല്പം കൂടി പതിഞ്ഞിരിക്കുകയാണ്, അത് കുറച്ചുകൂടി വീതിയായി, മുകൾ ഭാഗം അത്ര കൂർത്തതല്ല എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് പെൺഞണ്ടുകളെ നോക്കി മനസ്സിലാക്കാൻ കഴിയും. ആൺഞണ്ടിനെയും പെൺഞണ്ടിനെയും തിരിച്ചറിയുക എന്നുള്ളത് തന്നെ ഈ വിപണിയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ ഗവേഷണ വിദ്യാർത്ഥികൾക്കും ഞണ്ടുകളുടെ പ്രജനനം നടത്തുന്നവർക്കും ഇത് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ പെൺഞണ്ടിനെയാണ് ഇതിൻ്റെ ഇടത്തെ കൈയിൽ പെൺഞണ്ടുകളാണ്, വലത്തെ കൈയിൽ ആൺഞണ്ടുകളാണ്. പള്ളഭാഗത്തെ വ്യത്യാസം നോക്കി തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും. ആയിരന്തെങ്ങ് ഗവൺമെൻറ് ഫിഷ് ഫാമിൽ നിന്ന് ഉപാധികളും മറ്റ് സാങ്കേതിക ഉപാധികളും നേടി മത്സ്യങ്ങൾ വളർത്തുന്ന ധാരാളം കർഷകർ കൊല്ലത്തുണ്ട്. എന്നാൽ ഞണ്ടിനെ വളർത്തി വലുതായി മാറിയ ഒരു കർഷകൻ്റെ അടുത്തേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. ആലിന്തറമണ്ണയിൽ വാമദേവൻ കൊല്ലത്തെ ആയിരന്തെങ്ങ് ഫാമിൽ നിന്നും എല്ലാവിധ സാങ്കേതിക ഉപദേശങ്ങളും ഞണ്ട് കുഞ്ഞുങ്ങളെയും നൽകി ഞണ്ടിനെ വളർത്തി സ്വന്തം കുളത്തിൽ വളർത്തി വലിയ വിപണി കൈയടക്കിയ ഒരു കർഷകൻ. പോകാം ആലിന്തറമണ്ണയിലേക്ക്. ആയിരന്തെങ്ങ് ഫാമിൽ നിന്ന് ആലിന്തറമണ്ണയിൽ വീട്ടിലേക്കുള്ള ഒരു നടത്തമാണ്. അതിനിടയിൽ നമുക്കറിയാം കായലും കയറുമെന്നാണ് പൊതുവെ പറയാറ്. കാരണം കായൽ തീരമുണ്ടെങ്കിൽ അവിടെ കയറിൻ്റെ ബിസിനസ് ഉണ്ടായിരിക്കും. എന്തായാലും മിക്ക വീടുകളിലും ആലിന്തറമണ്ണയിൽ വീടും അതിൻ്റെ പരിസരത്തെല്ലാം കയർ പിരിക്കുന്ന ശാലകളുണ്ട്. അങ്ങനെ കയർ പിരിക്കുന്ന ഒരു ശാലയാണ് ഈ പൂമുഖത്ത് തന്നെ നമ്മെ വരവേൽക്കുന്നത്. ഇവിടെ കയറി നോക്കാം. എന്തും ഹൈഫൈ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് കയർ പിരി പോലും ഹൈഫൈ ആയി എന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ വരുമ്പോഴാണ്. കാരണം മുമ്പ് ഒരു റാട്ട് അവിടെ നിന്നും ഒരാൾ റാട്ട് തിരിക്കുവാനും അവിടെ നിന്ന് കയർ പിരിക്കുവാനുമുള്ള സൗകര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ റാട്ടും ആളും എല്ലാം തന്നെ മാറിയിട്ട് മൊബൈൽ സംവിധാനങ്ങളാണ് കയർ പിരിക്കുന്നതിനായി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ 2 ആളുകൾ, ഇപ്പോൾ 2 ചേച്ചിമാർ ഇവിടെ നിന്ന് കയർ പിരിക്കുകയാണ്. കാരണം അവർക്ക് മടിയിൽ ഈ ചകിരി ഇങ്ങനെ വെച്ചുകൊണ്ട് മൊബൈൽ യന്ത്രത്തിൽ കണക്ട് ചെയ്തിരിക്കുകയാണ് കയർ. അവിടെ നിന്നുകൊണ്ട് വളരെ നീളത്തിൽ പിരിച്ച് അങ്ങ് വരെ കൊണ്ടുവരാനുള്ളൊരു സൗകര്യമുണ്ട്. ഒന്നിൽ കൂടുതൽ ആളുകൾ ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. എന്തായാലും റാട്ടിൻ്റെ സ്ഥാനം ഇപ്പോൾ മൊബൈൽ യന്ത്രങ്ങളാണ്. ആലിന്തറമണ്ണയിലെത്തുന്ന ആരെയും വരവേൽക്കുന്നത് 40 സെൻറ്റോളം വരുന്ന വിശാലമായ ഒരു കുളമാണ്. മീൻ കൃഷിക്ക് വളരെയധികം സാധ്യതയുള്ള, മത്സ്യകൃഷിക്ക് വളരെയധികം സാധ്യതയുള്ള ഒരു കുളം തന്നെയാണ് ആലിന്തറമണ്ണയിലുള്ളത്.
നേരിട്ട് സൂര്യപ്രകാശം പതിക്കുന്നു. അതോടൊപ്പം തന്നെ ശീലാന്തി മരങ്ങളാൽ നല്ല തണുപ്പ് വരമ്പുകൾ കൂടി കിട്ടത്തക്ക വിധത്തിൽ ഒരുക്കിയിരിക്കുന്ന ഭംഗിയായിരുന്ന ഒരു കുളമാണ്. ആ കുളത്തിൽ നിരവധി മത്സ്യങ്ങളുണ്ട്. ഞണ്ട് പ്രധാനമായും കൃഷി ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. ഞണ്ടിനോടൊപ്പം തന്നെ തിലാപ്പിയ, അതോടൊപ്പം കരിമീൻ, അങ്ങനെയുള്ള മത്സ്യങ്ങൾ കൂടി ഈ കുളത്തിലുണ്ട്. എന്തായാലും ആദ്യം ഒരു ചെറിയ കൊയ്ത്തിന് ഞങ്ങൾ തയ്യാറെടുക്കുകയാണ്. വാമദേവൻ ഉൾപ്പെടെയുള്ള വാമദേവൻ്റെ കുടുംബത്തിലുള്ള മറ്റ് അംഗങ്ങളും എല്ലാം കൂടി ചേർന്ന് ഒരു ചെറിയൊരു കൊയ്ത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് തിലാപ്പിയ മത്സ്യങ്ങൾ നമ്മുടെ അടുത്തേക്ക് പതുക്കെ നീന്തി വരുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ തിലാപ്പിയ മത്സ്യങ്ങളെ ഏതാണ്ട് ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് ഏകോപിപ്പിക്കാൻ വേണ്ടി ഒരു തീറ്റ എറിഞ്ഞു കൊടുത്ത് അവയെ ആകർഷിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം കൂടിയാണ് നടക്കുന്നത്. എറിയാം അല്ലേ? ഒരു ചെറു കൊയ്ത്തിനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. എന്തായാലും വല കരയ്ക്കടുത്തപ്പോൾ ധാരാളം മത്സ്യങ്ങളെ കിട്ടി എന്നുള്ളതിൻ്റെ സൂചന വല തന്നെ നൽകുന്നുണ്ട്. കരിമീനുണ്ട്, അതോടൊപ്പം തന്നെ കോരയുണ്ട്, കൈതക്കോരയുണ്ട്, നന്തലുണ്ട്, തിലാപ്പിയ മത്സ്യങ്ങളുണ്ട്. നമുക്കറിയാം കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മീനാണ് കരിമീൻ. അതോടൊപ്പം തന്നെ ആഫ്രിക്കയുടെ മത്സ്യമായ തിലാപ്പിയ, ധാരാളം മുട്ടയിട്ട് കുളത്തിൽ പെരുകുന്ന തിലാപ്പിയ, ആൺമത്സ്യവും പെൺമത്സ്യവും ഒരുമിച്ച് ഈ കുളത്തിലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവായി ആൺമത്സ്യവും പെൺമത്സ്യവും തൻ്റെ വലയിൽ കയറിയിട്ടുണ്ട്. നന്തൽ എന്ന ചെറു മീനുണ്ട്. വളരെ രുചികരമായ മത്സ്യമാണ് നന്തൽ. ഞണ്ടിൻ്റെ കഥ പറയാനാണ് നമ്മളിവിടെ വന്നതെങ്കിലും കുളം കണ്ടപ്പോൾ ഒരു ചെറിയ കൊയ്ത്ത് നടത്തണമെന്ന് വാമദേവൻ ഉൾപ്പെടെ തോന്നിയതുകൊണ്ടാണ് ഒരു ചെറിയ കൊയ്ത്തിൽ നമുക്ക് കുറച്ച് മത്സ്യങ്ങളെ കിട്ടിയിരിക്കുന്നത്. പല എപ്പിസോഡുകളിലായി നാം കണ്ട മത്സ്യങ്ങളാണ് കരിമീനും തിലാപ്പിയും ഒക്കെ. എങ്കിലും പ്രേക്ഷകരുടെ അറിവിലേക്കായി ചില കാര്യങ്ങൾ കൂടി പറയണമെന്നുണ്ട്. കാരണം ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കരിമീൻ മത്സ്യവും തിലാപ്പിയുമാണ് ഇപ്പോൾ നമ്മുടെ വലയിൽ കുടുങ്ങിയിരിക്കുന്നത്. കരിമീൻ കേരളത്തിൻ്റെ പ്രഖ്യാപിത മീനായി മാറിക്കഴിഞ്ഞു. കേരളത്തിൻ്റെ പ്രിയ മത്സ്യവും അതോടൊപ്പം തന്നെ കേരള സംസ്ഥാന മത്സ്യവും കരിമീൻ തന്നെയാണ്. കരിമീനോളം സുന്ദരിയായ മറ്റൊരു മത്സ്യം ഇല്ല തന്നെ. അതോടൊപ്പം തന്നെ ഇപ്പോൾ അത് സംസ്ഥാന മത്സ്യം എന്ന ഖ്യാതി കൂടി കരിമീന് കിട്ടിയിട്ടുണ്ട്. കരിമീൻ ശുദ്ധജലത്തിലും ലവണജലത്തിലും വളരുന്ന മത്സ്യമാണ്. കരിമീൻ്റെ അഴക് പറഞ്ഞറിയിക്കേണ്ടതാണ്. പേൾ സ്പോട്ട് എന്നാണ് ഇംഗ്ലീഷിൽ കരിമീൻ പറയാറുള്ളത്. കാരണം മുത്തുമണികൾ അടുക്കി വെച്ച അഴകാണ് ഇതിൻ്റെ മേനിക്കുള്ളത്. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള 6-7 വരകൾ, 7 ജോഡിയോളം വരകൾ അതിൻ്റെ പുറത്തുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ആകർഷണീയത കൂട്ടുന്നുണ്ട്. മറ്റൊന്നുള്ളത് തിലാപ്പിയ മത്സ്യമാണ്. ആഫ്രിക്കൻ മത്സ്യമാണ് തിലാപ്പിയ. ഈ രണ്ട് മത്സ്യങ്ങളുടെയും പ്രത്യേകത മുട്ടയിട്ട് പെരുകുന്ന മത്സ്യങ്ങൾ എന്നുള്ളതാണ്. മാത്രമല്ല രണ്ട് മത്സ്യങ്ങൾ ഏതാണ്ട് കരിമീനാണെങ്കിൽ അല്പം കൂടി കുറേ ആലങ്കാരികമായി പറഞ്ഞാൽ മാതൃക ദാമ്പത്യമുള്ള മത്സ്യങ്ങളാണ്. ഒരു ജീവിതകാലത്ത് ഒരു ഇണയെ മാത്രം പങ്കാളിയാക്കുന്ന മത്സ്യമാണ് കരിമീൻ എന്നാണ് പൊതുവെ പറയാറുള്ളത്. മാത്രവുമല്ല മാതൃമത്സ്യം ഇതിൻ്റെ മുട്ടകളെ വായിൽ സംരക്ഷിച്ച് കൊണ്ടു നടന്ന് തീറ്റ തേടുന്ന സമയത്ത് മാത്രം ഈ മത്സ്യങ്ങളെ തറയിൽ കുഴികളുണ്ടാക്കി കുഴിച്ചിട്ടതിന് ശേഷം തീറ്റ എടുക്കുകയും തുടർന്ന് ആ കുഞ്ഞുങ്ങളെ വായ്ക്കുള്ളിലാക്കി സംരക്ഷിച്ച് കൊണ്ടു കിടക്കുന്ന മത്സ്യം കൂടിയാണ് കരിമീൻ. പെൺമത്സ്യത്തിനോടൊപ്പം തന്നെ എപ്പോഴും ആൺമത്സ്യവും ചുറ്റിപ്പറ്റി ഉണ്ടാകും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. രുചിയുടെ കാര്യത്തിലും ഇവർ രണ്ടും മികച്ച മത്സ്യങ്ങളാണ്. തിലാപ്പിയയും മുട്ടയിട്ട് പെരുകുന്ന മത്സ്യമാണ്. ഒരു സമയം ഏതാണ്ട് 6000-ഓളം മുട്ട തിലാപ്പിയ മത്സ്യങ്ങൾ ഇടും. മാത്രവുമല്ല അതിൽ ഒരു 3000-ഓളം കുഞ്ഞുങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചാൽ തന്നെ ആൺമത്സ്യവും പെൺമത്സ്യവും ഉള്ള കുളത്തിൽ ജലത്തിൽ ലീനമായ ഓക്സിജനാണ്, പ്രാണവായുവാണ് ഈ മത്സ്യങ്ങൾ ശ്വസിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ തിലാപ്പിയ മുട്ടയിട്ട് പെരുകുന്നത് പലപ്പോഴും മരണത്തിന് തന്നെ കാരണമായേക്കും. അതുകൊണ്ട് തന്നെ തിലാപ്പിയ കുളത്തിൽ വല്ലപ്പോഴും ഒരു ചെറു കൊയ്ത്ത് നടത്തുന്നത് നല്ലതാണ് എന്ന് പൊതുവെ മത്സ്യസ്നേഹികൾ പറയാറുണ്ട്. ആലിദ്രമണ്ണയിൽ ഞണ്ട് വിളയുന്ന കുളത്തിലേക്ക് ഒരു ചെറിയ കൊയ്ത്തിന് പോകാനുള്ളൊരു തയ്യാറെടുപ്പാണ്. തോണി നീരണിഞ്ഞു കഴിഞ്ഞു. ഇനി ഞണ്ടുകൾക്ക് തീറ്റ കാത്തു കിടക്കുന്ന ഞണ്ടുകളുണ്ട്.
അവയ്ക്ക് വേണ്ടി കടിമീൻ ഒരു പ്രത്യേക പാത്രത്തിൽ തയ്യാറാക്കി പാകപ്പെടുത്തി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞണ്ട് വിളയുന്ന കുളത്തിലേക്ക് അതിന് തീറ്റ എറിഞ്ഞു കൊടുക്കാനും അതോടൊപ്പം ഞണ്ടുകളെ ശേഖരിക്കാനുള്ളൊരു തയ്യാറെടുപ്പിൽ വാമദേവനോടൊപ്പം ഒരു യാത്ര പോകാം. കുളത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്തായി വള്ളം പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഞണ്ടുകൾക്ക് തീറ്റ എറിഞ്ഞു കൊടുക്കാനുള്ള സമയമായി. തീറ്റ കടിമീൻ പാകപ്പെടുത്തി തയ്യാറായി വള്ളത്തിൽ തന്നെ ഉണ്ട്. വാമദേവൻ അത് ചെയ്യുമല്ലോ. തീറ്റയുടെ ഒരു സാമീപ്യം ഞണ്ടുകൾ മനസ്സിലാക്കി എന്നാണ് തോന്നുന്നത്. വെള്ളത്തിൽ തന്നെ ഞണ്ടിൻ്റെ ഒരു പിലപ്പ് നമുക്കറിയാനുണ്ട്. തീറ്റ തേടി വരുന്ന ഞണ്ടുകളാണ്, അവരെ നിരാശരാക്കുന്നില്ല വാമദേവൻ. കൊടുക്കുമല്ലേ? ബോട്ടിയാടിലും മറ്റും അടിയുന്ന ഭക്ഷ്യയോഗ്യമല്ലാത്ത, വലിയ വിപണിപ്രിയമില്ലാത്ത കടിമീൻ എന്ന് പറയുന്ന മത്സ്യം പനാഞ്ചി എന്ന് പറയുന്ന, പനാഞ്ചി എന്ന് മറ്റ് ചിലയിടങ്ങളിൽ അറിയപ്പെടുന്ന, പ്രാദേശികമായി അറിയപ്പെടുന്ന മത്സ്യത്തെ പാകപ്പെടുത്തിയെടുത്തതാണ് ഞണ്ടുകൾക്ക് പച്ചമീൻ തീറ്റയാക്കി മാറ്റുകയാണ്. അത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതാണ് വാമദേവൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പം ഞണ്ടുകൾക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അല്ല, ഒന്നാന്തരം ഒരു മഡ് ഞണ്ടിനെ തന്നെയാണ് സാബു ഉയർത്തിക്കൊണ്ടുവന്നത്. സാബു, ഇതെങ്ങനെ സാബു കണ്ടത്? വെള്ളത്തിനടിയിൽ. അതെ, വെള്ളത്തിൻ്റെ അടിയിൽ നല്ല രീതിയിൽ കാണാൻ, അതായത് കരയിൽ നിന്ന് കാണുന്ന കാഴ്ചകളേക്കാൾ സാബുവിൻ്റെ കണ്ണ് വെള്ളത്തിൽ നല്ലവണ്ണം കാണും എന്നുള്ളൊരു തെളിവാണ്. ഞണ്ടിനെ മഡിൽ നിന്ന് തന്നെ പൊക്കിക്കൊണ്ടുവന്ന മഡ് ഞണ്ടാണ്. എന്തായാലും ഏതാണ്ട് 1 കിലോയ്ക്ക് മുകളിൽ ഭാരം ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഏതാണ്ട് വിപണിയിൽ ഏതാണ്ട് 1000 പുറത്ത് വില വരുന്ന ഞണ്ടുകളാണ്. ഞണ്ടിനെ കൊഴുപ്പിക്കുന്ന ഒരു വിദ്യയാണ് നടക്കുന്നത്. കാരണം ഞണ്ടിനെ ഈ കുളത്തിൽ വളർത്തുകയും അതോടൊപ്പം തന്നെ അതിന് നല്ല ആഹാരം നൽകി ഞണ്ടിനെ കൊഴുപ്പിക്കുക, ഞണ്ടിൻ്റെ ഉള്ളിലെ മാംസം വർദ്ധിപ്പിച്ച് അതിനെ വിപണിപ്രിയമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഈ കുളത്തിൽ നടക്കുന്നത്. അത് വളരെ സാഹസികമായിട്ടാണ് ചെയ്യേണ്ടി വരുന്നത്. വള്ളത്തിൽ പോയി തീറ്റ എറിഞ്ഞു കൊടുത്ത് വെള്ളത്തിൽ മുങ്ങി നല്ലവണ്ണം കണ്ണ് കണ്ട് ചെടിയിൽ നിന്ന് ഞണ്ടിനെ കോരിയെടുക്കുന്ന ഒരു വിദ്യ സാഹസികമാണ്. അതുപോലെ തന്നെ വരുമാനവും ഞണ്ട് കൊണ്ടുവരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയൊരു കൊയ്ത്ത് കിട്ടിയതിൻ്റെ ആവശ്യത്തിലാണ് ഞങ്ങൾ വെള്ളത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഞണ്ടല്ല, പണമാണ് എന്നുള്ള ഒരു ബോധം ഞങ്ങൾക്ക് 3 പേർക്കുണ്ട്. ഏതായാലും നല്ല ആവേശത്തിൽ വിപണിയിൽ ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന 3 ഞണ്ടുകളെയാണ് കിട്ടിയിരിക്കുന്നത്. വലിയൊരു സന്തോഷമല്ലേ? വിളിച്ചോ ആർപ്പോ. നിസ്സാരക്കാരല്ല ഈ ഞണ്ടുകൾ. നേരത്തെ കണ്ട ഞണ്ടിൽ നിന്നും വ്യത്യസ്തമായി ഏറ്റവും വിപണിപ്രിയമുള്ള ഞണ്ടിലേക്കാണ് നമ്മൾ എത്തുന്നത്. മഡ് ക്രാബ് എന്ന ഞണ്ട് കൊഴുപ്പിക്കൽ വിദ്യയിലൂടെ കൊഴുപ്പിച്ചെടുത്ത മഡ് ക്രാബാണിത്. 2 കടികാലുകൾ, ഇരുവശത്തായി 1 ജോഡി കടികാലുകൾ ഭംഗിയായി വിടർത്തി നിൽക്കുന്നുണ്ട്. ഒപ്പം അള്ളുകാലുകൾ എന്നറിയപ്പെടുന്ന 6 കാലുകൾ, ഒരു വശത്ത് 3 കാലുകൾ, മറ്റു വശത്ത് 3 കാലുകളായി അള്ളുകാലുകളുണ്ട്. പിന്നെ തുഴകാലുകൾ. അത് എൻ്റെ കയ്യിൽ മേനിയുടെ ഏറ്റവും താഴത്തെ ഭാഗത്തായിട്ടിരിക്കുന്ന തുഴകാലുകളാണ്. ഇതുപയോഗിച്ചാണ് ഞണ്ട് തുഴഞ്ഞ് മുന്നോട്ട് നീങ്ങുന്നത്. അങ്ങനെ കടികാല്, അള്ളുകാല്, തുഴകാല് ഏതാണ്ട് 1 കിലോഗ്രാമും 100 ഗ്രാമും ആണ് ഇതിൻ്റെ ഭാരം. 1500 രൂപയോളം വിപണിയിൽ വിലയുള്ള എ ഗ്രേഡ് ഞണ്ടാണിത്. ഇന്നിപ്പോൾ നമ്മളൊരു ചെറിയൊരു കൊയ്ത്തിന് ശേഷം ഇത് വിപണിയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. ഞണ്ടിനെ പിടിക്കുന്ന വിദ്യ നേരത്തെ കാണിച്ചിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഇതിനെ ഇപ്പോൾ തറയിൽ വെച്ചാൽ ഇത് വളരെ വേഗത്തിൽ ഇഴഞ്ഞ് നീന്തിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. അതിനു മുമ്പ് തന്നെ ഞണ്ടിനെ കെട്ടുന്ന ഒരു സൂത്രവിദ്യ കൂടിയുണ്ട്. വാമദേവന് അത് സുപരിചിതമാണ്. ഞണ്ടിനെ എങ്ങനെയാണ് വളരെ വേഗത്തിൽ ഓടിപ്പോകുന്ന ഞണ്ടിനെ പിടിച്ചു നിർത്തി ഒരു കൈത്തഴക്കത്തോടു കൂടി ചണം വെച്ച് ഞണ്ടിനെ കെട്ടി വിപണിയിൽ എത്തിക്കുന്ന വിദ്യ കൂടി വാമദേവൻ നമുക്ക് കാണിച്ചു തരികയാണ്. എന്തായാലും അത് നോക്കാം. ഞണ്ടിൻ്റെ മുതുകുഭാഗത്ത് അമർത്തി പിടിച്ചതിന് ശേഷമാണ് ചണം ഉപയോഗിച്ചാണ് കെട്ടുന്നത്.
ഞണ്ട് കൃഷിയുടെ അതിസാഹസ്യമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വാമദേവൻ നമ്മോടൊപ്പം വഞ്ചിയിലുണ്ട്. നമസ്കാരം വാമദേവൻ. നമസ്കാരം. ഈ വാമദേവൻ എങ്ങനെ ഈ കൃഷിയിലേക്ക് വന്നു? കൃഷിയിലെന്ന് പറഞ്ഞത് ഇത് പലയിടത്തും ഞാൻ ചെറുതായിട്ട് കണ്ട് എങ്കിൽ തന്നെ ഈ സ്വന്തമായിട്ട് എനിക്ക് തോന്നി ഞാൻ നടത്തിയതാണ്. ആദ്യം ഇവിടെ തൊണ്ടുംകറയൊക്കെ ആയിരുന്നു. ഈ തൊണ്ടുംകറയിൽ ഇത് എല്ലാവരും പറഞ്ഞ് ശരിയാകത്തില്ല. എങ്കിൽ തന്നെ ഞാൻ 10-30 സെൻറ്റ് വസ്തു തെങ്ങുംപുരയുടെ വരുന്നു കുഴിച്ച് തെങ്ങുമൊക്കെ മുറിച്ച് ഞാൻ സ്വന്തമായിട്ട് എനിക്ക് തോന്നി അത് വിജയിക്കുകയും ചെയ്തു. ഇപ്പോൾ ഞണ്ടിനെ നമ്മൾ തീറ്റ കൊടുക്കും. ഇപ്പോൾ നമ്മൾ കടിമീൻ, പനാഞ്ചി തീറ്റയായിട്ട് നൽകി. അതുപോലെ മറ്റ് നൽകാൻ കഴിയുന്ന മറ്റു മീൻ എന്തൊക്കെ? മത്തിയായാലും ഈ കായലിലെ കടലിലെ ഏതായാലും പച്ചയായിരിക്കണം. അയാൾക്ക് അല്ല ഇറച്ചിയുടെ വേസ്റ്റോ അല്ലെങ്കിൽ പിന്നെ പനാഞ്ചിയുണ്ട്, കടിമീനുണ്ട്. അത് ഈ പനാഞ്ചി തന്നെ തൊലി പൊളിച്ച് ആണ് ഇത് അരിഞ്ഞിട്ട് കൊടുക്കണം. പച്ചയ്ക്ക് തന്നെ കൊടുക്കണം. നൊന്ത ഒന്നും തിന്നത്തില്ല. ഇല്ല, അതില്ല. ഞണ്ടിന് ആ കാര്യത്തിൽ വളരെ പ്രത്യേകതയാണ്. എത്ര കൊടുത്താലും ആക്രാന്തോ കഴിച്ചോളും. നമുക്ക് ഒരു ചീഞ്ഞളിഞ്ഞ മത്സ്യമൊന്നും കൊടുത്താൽ ഇതിനെ കഴിക്കത്തില്ല. വളരെ വൃത്തിയുള്ള അത് ഇറച്ചിയുടെ വേസ്റ്റൊക്കെ നമ്മൾ കുറ്റിയെ കെട്ടി കൊടുക്കണം. കെട്ടി കൊടുത്താൽ ഇല്ലെങ്കിൽ ഇത് കാക്കയെല്ലാം അടിക്കാർ കുറ്റിയെ കെട്ടി അവിടെ തിന്നോളൂ. കടിമീനൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച മാംസമാണ്. ഈ കടിമീനെന്ന് പറയുന്നത് തൊണ്ടിയാണ് ഏറ്റവും നല്ലത്. തൊണ്ടി എന്ന് പറഞ്ഞാൽ പനാഞ്ചി. അത് പലയിടത്തും പല രീതിയിൽ പറയും. തൊണ്ടി എന്ന് പറയുന്നതുകൊണ്ട് പനാഞ്ചി എന്ന് പറയും. എങ്കിൽ തന്നെ പനാഞ്ചിയാണ് നല്ലത്. കുറച്ച മാംസം. ഇപ്പോൾ ഈ ഞണ്ട് സാധാരണ ഇതിൽ കൊഴുപ്പിക്കലാണ് നടക്കുന്നത്. അതായത് ഞണ്ടിനെ കൊണ്ടുവന്നിട്ട് മെത്ത ഞണ്ടുമുണ്ട്, മണ്ടി ഞണ്ടുമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് തിരിച്ചറിയാൻ എൻ്റെ ഷെല്ല് നിൽക്കുമ്പോൾ അറിയാം. മണ്ടായാലും സ്മോൾ നമ്മൾ നല്ല ഞണ്ടായാലും മോശമായാലും അറിയാം. അപ്പോൾ ഈ വിപണിയിൽ ഏത് തരം ഞണ്ടുകളാണ് എത്തിക്കുന്നത്? വിപണിയിൽ പോകണമെന്ന് പറയുന്നത് XL, ബിഗ്, മീഡിയം, സ്മോള് 4 സൈസ്. XL എന്ന് പറഞ്ഞാൽ എത്ര ഭാരം വരും? അത് ഏതാണ്ട് 2 കിലോ 2.5 കിലോ 3 കിലോ വരെയൊക്കെ ഉള്ളതുണ്ട് വരും. ബിഗ്ഗോ? ബിഗ് നമുക്ക് 800 താഴോട്ടുള്ള എല്ലാം ബിഗ്ഗാണ്. എത്ര മിനിമം എത്ര ഭാരം വേണം വിപണി പോകണമെങ്കിൽ? വിപണി ഈ 3 ഐറ്റം എടുക്കും. ഈ 550 മുതൽ 800 വരെയുള്ള ബിഗ്ഗായിട്ടും എടുക്കും. 500 മുതൽ താഴോട്ട് 350 വരെ മീഡിയമായിട്ടും എടുക്കും. വാമദേവൻ ഏത് തരത്തിലുള്ള ഞണ്ടുകളെ വിപണിയിൽ എത്തിക്കുന്നു? ഞാനിപ്പോൾ എല്ലാ സൈസും കൊടുക്കുന്നുണ്ട്. ലോക്കൽ ഇവിടെ സാധാ കച്ചവടമുണ്ട്. അത് അന്നേരത്തെ എടുക്കുന്നതനുസരിച്ച് വില കിട്ടും. ഒരു ദിവസം എത്ര കിലോ ഞണ്ട് വിൽക്കും? അത് ലോക്കൽ നമുക്ക് വിൽക്കുന്നതിന് കണക്ക് പറയാനൊക്കത്തില്ല. എങ്കിൽ ശനിയും ഞായറുമാണ് കൂടുതലായി കച്ചവടം. എന്തായാലും ധാരാളം ആളുകൾ വാമദേവനെ തേടി വരും. അവർക്കായി എല്ലാം പകർന്നു കൊടുക്കാൻ വാമദേവന് കഴിയട്ടെ. എല്ലായിടത്തും വാഴുന്നവരല്ല ഞണ്ടുകൾ. എന്നാൽ വാഴുന്നിടത്ത് അവർ വീരന്മാരാകും. ഞണ്ട് പണം കൊണ്ടുവരുന്നവരാണ്. ഞണ്ടിൽ ഉപജീവനമാർഗം അർപ്പിക്കുന്ന കർഷകർക്കായി ഈ ഭാഗം സമർപ്പിക്കട്ടെ.